ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് മൂന്നാറിലേക്ക് പോണ വഴിയുള്ള പർദീസ റിസോർട്ടിലേക്കാണ്. കസിൻസും പിന്നെ അവരുടെ പിള്ളേഴ്സൊക്കെ കൂടിയുള്ള ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും വിശപ്പിൻ്റെതായ ഒരു ഉൾവിളിയൊക്കെ വന്നപ്പോൾ അതേ നല്ലൊരു ഹോംലി ഫുഡ് കിട്ടണ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത് കേട്ടോ. ഇവിടെ നമുക്ക് ഊണിന് ലൈവായിട്ട് തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടും. എന്തായാലും കയറി ചെന്ന് വെട്ട സ്ഥലം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. അങ്ങനെ ഒരു ഏകദേശം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പർദീസയിലേക്ക് എത്തി. പർദീസയുടെ എൻട്രൻസ് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മുടെ മൂന്നാറിൻ്റെയൊക്കെ ഭാഗമാകുമ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നിറയെ പൂക്കളും നല്ലൊരു അടിപൊളി അന്തരീക്ഷം തന്നെ. ആ ഒരു റിസോർട്ടിലെ അറേഞ്ച്മെന്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടോ. വലിയൊരു മലയുടെ താഴെയായിട്ടാണ് ഈ പർദീസയുടെ സെറ്റപ്പ് മുഴുവനും. കുട്ടികൾക്ക് ചെന്നപ്പോൾ തന്നെ ഇത് എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു അടിപൊളി പാർക്കും കൂടി കിട്ടിയപ്പോൾ അവരുടെ കാര്യത്തിൽ തീരുമാനമായി. അവർ ഫുൾ ഹാപ്പി. ശരിക്കും ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. കിളികളുടെയൊക്കെ ആ ഒരു ചിലക്കലും ശരിക്കും നമ്മളൊരു കാടിൻ്റെ നടുവിലത്തെ ഒരു ഫീലിങ്സ്. ഇവിടുത്തെ ഓരോ കോട്ടേജുകളും നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അടിപൊളി കോട്ടേജാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ നല്ല അടിപൊളി ഒരു റൂമും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേ അറേഞ്ച്മെൻറ്റ്സിൽ തന്നെ ഒരു സെറ്റപ്പാണ് ചെയ്താക്കുന്നത്. റൂംസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്സ്റ്റെയർ റൂംസ് ആയാലും നമുക്ക് താഴത്തെ പോലെ തന്നെ നല്ല അതേപോലെ തന്നെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ ചെയ്താക്കണത്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടണ ഒരു ബാൽക്കണിയും കൂടിയുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. അതുകൂടാണ്ട് നമുക്ക് സൂര്യാസ്തമയമൊക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടത്. പിന്നെ ഈ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും നല്ലൊരു അടിപൊളി പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈം ആയപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ചായ കുടിക്കാനായിട്ട് ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണേണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ കലാപരിപാടികൾ ആരംഭിച്ചു ചേട്ടന്മാരുടെ. അതിന് എൻ്റെ കിട്ടിയനും കസിൻസൊക്കെ കൂടി ഭയങ്കര തുള്ളിച്ചാട്ടും പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. ഇങ്ങനെ വല്ലപ്പോഴും കസിൻസ് എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ എല്ലാവരും. സ്വിമ്മിംഗ് പൂളിന് നമുക്കിവിടെ ടൈം ഉണ്ട് കേട്ടോ ഇറങ്ങാനായിട്ട്. അപ്പം ഞങ്ങളുടെ ടൈം ആയപ്പോഴേക്കും നൈറ്റ് ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ എല്ലാവരും കൂടി അതിനകത്തൊക്കെ ഒന്ന് ചാടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. തണവാണെങ്കിൽ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്രഷ് ആയിട്ട് ക്യാമ്പ് ഫയറിന് വേണ്ടി ഇങ്ങോട്ട് പോകുന്നിട്ടാ. ഇങ്ങോട്ടേക്ക് വന്ന് കയറിയത് മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വേറൊരു ടീമും കൂടി ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് കയറാൻ പറ്റിയത്. പിന്നെ അവർ ഇറങ്ങണ വരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. മറ്റുള്ളവരുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി കിട്ടില്ലല്ലോ. അപ്പോൾ അവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങി. ക്യാമ്പ് ഫയർ കയറി പിന്നെ കുട്ടികളൊക്കെ ഫുൾ ഓണായിരുന്നു. കുട്ടികളുടെ കാര്യം മാത്രം എടുത്തിരുന്നില്ല കേട്ടോ, ഞങ്ങളെല്ലാവരും ഫുൾ ഓണായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു നൈറ്റ് വൈബ് തന്നെയായിരുന്നു. ശരിക്കും ഇങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മളും ആ കുട്ടികളുടെ പോലെ തന്നെ കുട്ടി മനസ്സാവും അല്ലേ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ഒരു ടൂറൊക്കെ പോകണം. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു ടൈമിൽ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും. എന്തായാലും നൈറ്റിൽ ആഘോഷമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നേരെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് എത്തിയത്. എന്തായാലും ഡിന്നർ സൂപ്പറായിരുന്നു. രാവിലെ തന്നെ ഞാൻ നേരെ ഈ ബാൽക്കണിയിലോട്ടാണ് കേട്ടോ എത്തിയത്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴല്ലോ രാവിലെ ഒരു പ്രത്യേക ഒരു സുഖം. ആ കിളികളുടെ ഒരു കളകളാരവും ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് മൈൻഡാണ്. പിന്നെ ഒന്ന് വേഗം ഫ്രഷ് ആയിട്ട് ഞങ്ങളത് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല പോസിറ്റീവ് മൈൻഡിലായിരുന്നു. അവർക്ക് കിട്ടിയൊരു ചാൻസ് അവർ നന്നായിട്ടാണ് ആഘോഷിച്ചിട്ടോ.
വാളറ വാട്ടർഫോൾസിൻ്റെ ഓപ്പോസിറ്റായിട്ട് 5 ഏക്കർ മലയുടെ കീഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായി നമ്മുടെ പാറുദീസ എന്ന് പറയുന്ന ആ റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ചെറിയൊരു സ്ട്രോബെറി തോട്ടത്തിലാണ് കേട്ടോ. സ്ട്രോബെറി തോട്ടം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ മുഴുവനും സ്ട്രോബെറിയൊക്കെ ഉണ്ടായി കിടക്കണതും അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നും ആയിട്ടില്ല. സ്ട്രോബെറിയൊക്കെ ആവണമെങ്കിൽ ഇനി ഒരു 2 മാസം കൂടി ആവണം എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഈ പൂവൊക്കെ വന്നിട്ട് അത് ഇങ്ങനെ പറിച്ച് കളയണം, പിന്നെ അവിടെ സ്ട്രോബെറി ഉണ്ടായി വരികയുള്ളൂ എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അവരപ്പോൾ ഈ സ്ട്രോബെറി ഉണ്ടാവാനായിട്ടുള്ള സ്റ്റെപ്പുകൾ ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കണേണ്. ഈ പൂവൊക്കെ ഉണ്ടായതൊക്കെ പറിച്ച് മാറ്റണമായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളി തോട്ടം തന്നെ കാണാൻ പറ്റി. കുറച്ചും കൂടി ലേറ്റായാണ് ഞങ്ങൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് കാണാമായിരുന്നു. പിന്നെ കണ്ടത് ഈ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ തന്നെ ആരക്കുമായിട്ട് വരും. അതേപോലെയൊക്കെ ഒരു സാമ്യം പാഷൻ ഫ്രൂട്ടിൻ്റെ തന്നെ ഇനത്തിൽപ്പെട്ട വയലറ്റ് കളർ പാഷൻ ഫ്രൂട്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ സ്ട്രോബെറി തോട്ടത്തിൽ ചെന്ന് സ്ട്രോബെറി കാണാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിൽ പോന്നപ്പോഴാണ് ഇവിടെ ഒരു ഗാർഡൻ കണ്ടത്. അങ്ങനെ നേരെ ഞങ്ങൾ ആ ഗാർഡനിലും കൂടി കയറി. ഇവിടുത്തെ ഈ എൻട്രൻസിൽ തന്നെ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു വലിയ പൂവുണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അല്ലെങ്കിലും ഈ പൂക്കളോടും ചെടികളോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടം തന്നെ. അതൊക്കെ ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കണ കാണുമ്പോൾ തന്നെ കണ്ണെടുക്കാൻ തോന്നില്ല, അതിൻ്റെ അരിയത്തൊന്നും മാറാനും തോന്നില്ല. എന്തോ ഈ ജാതി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആക്രാന്തം മാതിരിയായിരുന്നു. പറിച്ചിട്ട് പോന്നാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ നോക്കി നടന്നു. എന്ത് ഭംഗിയിലാണല്ലേ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. അതും ഇവിടേക്ക് വെറുതെ തൊട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവുന്ന ടൈപ്പാണ് എല്ലാവരും. നമ്മുടെ വീട്ടിലും ഇതേപോലെ നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് വലിയൊരു ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും എനർജിയൊക്കെ ഫീൽ ചെയ്യൂലേ. അതേപോലെ ഇവിടെ നിറയെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് ഫീല്. അങ്ങനെ പൂക്കളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുമ്പോഴാണ് ഈ ഒരു വെറൈറ്റി ഐറ്റം കണ്ടത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് കോളിഫ്ലവർ, ക്യാബേജ് അതിൻ്റെയൊക്കെ ഒരു ഇനത്തിൽപ്പെട്ട ഇതാണെന്ന് തോന്നുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഈ ചെടികളൊക്കെ കൊണ്ട് തന്നെ നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. റീൽസ് എടുക്കണമെങ്കിൽ റീൽസ് എടുക്കാം. അങ്ങനെ ഒത്തിരി നല്ല നല്ല സ്പോട്ടുകൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ നമുക്ക് അകത്ത് ഫോട്ടോസിനൊക്കെ പൈസ കൊടുത്തൊക്കെ നമുക്ക് എടുത്തു തരുന്നുണ്ട്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ ഇത്. ക്യാക്ടസ് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി വെറൈറ്റി ടൈപ്പിലുണ്ടായിരുന്നു കേട്ടോ. ഈ കാക്ടസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. പിന്നെ ഒരുമിക്ക പൂക്കളാണെങ്കിലും വിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഗാർഡനിൽ കയറിയപ്പോൾ തന്നെ കാണാനായിട്ട്. ഈ ചെടികളോടും പൂക്കളോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതായിരിക്കുകയാണ് ഈ ഗാർഡനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇറങ്ങാനേ തോന്നില്ല. പിന്നെ നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി സമയം അതിൻ്റെ അകത്ത് തന്നെ ചിലവഴിച്ച് പതുക്കെയാണ് ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇറങ്ങിയത് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റുകൾ കണ്ടിട്ടാ. ഇങ്ങനെ നല്ല പറിച്ചു പിടിയാനെ ക്യാരറ്റൊക്കെ കാണുമ്പോൾ പിന്നെ മേടിക്കാതെ പോകുന്നത് എങ്ങനെയാണല്ലേ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ക്യാരറ്റും പിന്നെ ഈ നല്ല ഫ്രഷ് ചോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. മൂന്നാറിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ മൂന്നാറിൻ്റെ അതിന് ഹൈലൈറ്റ് ആയിട്ടുള്ള തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമമായിരിക്കും. അങ്ങനെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് നല്ല അടിച്ചു പൊളിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് എൻ്റെ തിരിച്ചു പോകുന്നത്. എന്തായാലും ഈ ഒരു ട്രിപ്പിൽ എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.